നമ്മളുടെ സമയം സുനിശ്ചിതമാണ്. ഞാൻ എൻ്റെ സമയം പരീക്ഷയ്ക്ക് 3 മണിക്കൂറാണ്, ഇപ്പം 2:45 നിൽക്കുകയാണ്. ഇനി 15 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ എഴുതി തീർക്കണമല്ലോ എന്നൊരു പരീക്ഷാർത്ഥിൻ്റെ മനസ്സ് പോലെ ഇന്റെ ടൈം തീരുകയാണ്, ഖബർക്ക് ഇങ്ങനെ നടന്ന് ചെല്ലുകയാണ്. നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിൽ വേണം സുഹൃത്തുക്കൾ, ഞാനും മരിക്കും എന്ന ഉറച്ച ബോധം നമ്മുടെ മനസ്സിലുണ്ടായി ആ മരണത്തെ മുന്നിൽ കണ്ട് നമ്മൾ വലിയ വലിയ മഹാന്മാരുടെ മരണത്തിൻ്റെ അവസാന നിമിഷങ്ങൾ പറയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് കുത്തിയിട്ടില്ലല്ലേ മരിക്കണത് സുഹൃത്ത്? സുബഹി നിസ്കരിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ മടി തല വെച്ച് കിടക്കുകയാണ്. അപ്പോൾ പല പ്രാവശ്യം ഉമർ റളിയല്ലാഹുവിന്റെ മടി തലേന്ന് തെറ്റ് നിലത്ത് വെക്ക്, ഭൂമിയിൽ വെക്ക്, നിലത്ത് വെക്ക്. എത്ര പറഞ്ഞിട്ടും തലയെടുത്ത് നിലത്തേക്ക് വെക്കണില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, ലാ ഉമ്മലക് വൈലി വൈലു ഉമ്മി എന്ന് പറഞ്ഞ് എന്നാൽ കുറച്ച് ശാസിക്കുന്ന രൂപത്തിൽ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇല്ലം യഗ്ഫിരില്ലാഹ് അസ്സ വജല്ല ലി, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും എന്നാണ് അവസാനമായി അദ്ദേഹം ചോദിക്കുന്നത്. അത്രയ്ക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നിട്ട് മരിക്കുമ്പോൾ റബ്ബ് എന്ത് തീരുമാനമെടുക്കും എന്നുള്ള ബേജാറുണ്ടല്ലോ. അതാണ് മഹാത്മാക്കളുടെ മരണത്തിൻ്റെ അവസാനത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും മഹത്തുക്കളായ സഹാബത്തും മഹാന്മാരും ഒക്കെ പ്രകടിപ്പിച്ച്. ഇപ്പം നമ്മളൊന്നും ഒരു കുഴപ്പം വരല്ല, എന്തപ്പം എനിക്ക് തകരാറ്, എന്തപ്പം എനിക്ക് പ്രശ്നം എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മളെക്കാളൊക്കെ അത്യുന്നതരായി ജീവിച്ചവർ പോലും അവരെ പരലോകത്തെക്കുറിച്ച് ആശങ്കപ്പെട്ടിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു ഒരുക്കം, ആ മരണരംഗം നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത് നമുക്കുമുണ്ട് ഒരു സമയം. നമ്മുടെ ഖിയാമത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കി കൊണ്ടുപോകപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താർത്ഥം? സൂക്ഷിക്കണം, കരുതണം, ഭയപ്പെടണം, ശ്രദ്ധിക്കണം. എനിക്കുമുണ്ടൊരു ഖിയാമത്ത്. ലോകം അവസാനിക്കുന്നതിന് മുമ്പാണ് എൻ്റെ മരണമെങ്കിൽ എനിക്കൊരു ഖിയാമത്തുണ്ട്. രാത്രിയിലോ ഉച്ചയിലോ പകലിലോ രാവിലോ എപ്പോഴോ എന്നെ കൊണ്ടുപോകാൻ, പരലോകത്തേക്ക് കൊണ്ടുപോകാൻ മലക്കുകൾ വരുന്നൊരു ദിനം എനിക്കുണ്ട്. അതിനൊരു കാരണം എനിക്കുണ്ട്, അതിനൊരു സമയം എനിക്കുണ്ട്, അതിജീവിക്കാൻ പറ്റാത്തൊരു നിമിഷം എനിക്കുണ്ട് എന്നാലോചിക്കണം. അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.